ആകേഷ് ഇന്നത്തെ സെമി ഫൈനൽ, സെക്കൻഡ് സെമി ഫൈനൽ ഇന്ത്യ ഇംഗ്ലണ്ട് നടക്കാൻ പോവുകയാണ്. വളരെ ശക്തമായ ഒരു മാച്ചായിരിക്കും ഇന്ന് കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് മറുവശത്ത് ജോസ് ബട്ട്ലർ മുതലായ എല്ലാ കളിക്കാരും അവിടെ അണിനിരക്കുമ്പോൾ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം അണിനിരക്കുകയും ചെയ്യുമ്പോൾ വളരെ ശക്തമായ ഒരു വാശിയേറിയ മത്സരം കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ നമുക്ക് ആയിരിക്കാം. പ്രതീക്ഷകൾ കൈവിടണ്ട. ഫൈനലിൽ പ്രതീക്ഷിക്കുന്നു. ഫൈനലിൽ പ്രതീക്ഷിച്ച് കപ്പും കൊണ്ടേ തിരിച്ചു തരൂ എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. അമിത്ഷാ എന്താണ് 125 കോടിയുടെ ഒരു ഇതാണ് പ്രതിഫലമാണ് ജയിച്ചു വരുന്നവർക്ക് വച്ചിരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ജയത്തിൽ കുറയാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം ജയിക്കും. എല്ലാവരും ഫോമിലാവും എന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കാം. ബോളേഴ്സും ബാറ്റേഴ്സും ഒന്നിനൊന്ന് മെച്ചം അവരുടെ പെർഫോമൻസ് വെളിപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും നടക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാകും. പ്രത്യേകിച്ച് ബാറ്റിംഗ് പിച്ച് ആണ് എന്ന് പറയുമ്പോഴും മഞ്ഞ് പെയ്ത് സെക്കൻഡ് ബാറ്റിംഗ് എടുക്കുന്നവർക്കാണ് കുറച്ചുകൂടെ അനുകൂല്യമുള്ളത്. മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ബാറ്റിങ്ങിന് അനുകൂലമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് എടുക്കുന്ന ടീമിനായിരിക്കും ജയസാധ്യത കൂടുതലുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുന്നവർക്ക് അത്രയും സാധ്യതയില്ല. പിന്നെ ടീം രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ്. ഇംഗ്ലണ്ട് ടീം ഓരോ മത്സരം കഴിയുമ്പോഴും മൂർച്ചയേറിയ ആയുധമായി മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യൻ ടീം അത്ര പെർഫോമൻസ് പോരാ എങ്കിലും ഏത് സമയവും ഫോമാകുന്ന ടീമാണ്. എല്ലാവരും കരുത്തുറ്റരാണ്. ഏത് സമയവും ആവശ്യം വരുമ്പോൾ, ടീമിന് ആവശ്യം വരുമ്പോൾ ഫോം ആകുന്നവരാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ടീം അതിൻ്റെ ഫുള്ളായിട്ടുള്ള പെർഫോമൻസ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസ് കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ന്യൂസിലാൻഡ് അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു സെമി ഫൈനലിൽ ഇന്നലെ കാഴ്ചവെച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ടീമും അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുള്ള പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. പ്രതീക്ഷിക്കാനല്ല പറ്റുള്ളൂ, പ്രതീക്ഷയോടെ ആയിരിക്കാം. സഞ്ജു സാംസൺ ഉണ്ടല്ലോ, സൂര്യകുമാർ യാദവ് ഉണ്ടല്ലോ, ബിന്ദു സിംഗ് ഉണ്ടല്ലോ, ഇഷാൻ കിഷൻ ഉണ്ടല്ലോ. ഇതൊന്ന് അഭിഷേക് ശർമ്മ കളിക്കില്ലെന്നാണ്, ഫോം ഔട്ടായത്. കളി കാണില്ലെന്ന്, ടീമിനുണ്ടാവില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുംറയുണ്ട്. ബുംറയുടെ കൂടെയുള്ള മറ്റ് സ്പിന്നേഴ്സിനും സാധ്യത കൂടുതലാണ് എന്നാണ്. സ്പിന്നേഴ്സിനെ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പട്ടേൽ ഒക്കെ നല്ല കളിക്കാരാണ്. അതൊക്കെ നല്ലൊരു കളി കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.